The brilliant of Mammootka performance, emotionally, mentally, and ലാസ്റ്റത്തെ ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞതാ രോമൊക്കെ എണീച്ചു പോയി. മമ്മൂക്ക സ്റ്റണ്ടൊക്കെ കണ്ട് കരഞ്ഞു. മമ്മൂക്കയുടെ 2025 മമ്മൂക്ക ഇതാ തുടങ്ങി വെച്ചിട്ടുണ്ട്. 100 കോടി ഉറപ്പ്. മമ്മൂക്ക ഒരു ഉമ്മ. ഒരു കാര്യം ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രേക്ഷകനത് മനസ്സിലാവും. കാരണം അത് വീണ്ടും അതിൽ തന്നെ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട കാര്യമില്ല. ഫുൾ ട്വിസ്റ്റാണ്, കണ്ടിരിക്കാം. പടം എന്ന് പറഞ്ഞാൽ ഡൊമിനിക് കേസ് തെളിയിക്കുമെന്ന് പറഞ്ഞ് തെളിയിച്ചിരിക്കുകയാണ്. ദ ബ്രില്യൻറ്റ് ഓഫ് മമ്മൂക്ക പെർഫോമൻസ്, ഇമോഷണലി, മെൻ്റലി ആൻഡ് ഫിസിക്കലി ദ ബ്രാൻഡ് ഓഫ് മലയാള ഫിലിം ഇൻഡസ്ട്രി. അതുപോലെ തന്നെ മമ്മൂക്കയോടൊപ്പം കേസ് തെളിയിക്കാൻ സുപ്രധാനമായിട്ട് നിന്നത് നമ്മുടെ ഗോകുലേട്ടനാണ്, ഗോകുൽ സുരേഷുമായിട്ട് അടുപ്പമുള്ള ഒരു വ്യക്തി എന്നുള്ള ഞാൻ പറയുകയാണ്. മികച്ച പെർഫോമൻസാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ വിനീതേട്ടനെയൊക്കെ തിരിച്ചു കൊണ്ടുകൊണ്ടിരുന്നുള്ളൂ, നമ്മുടെ പഴയ വിനീതേട്ടൻ. ഗൗതം മേനോൻ്റെ മികച്ച ചിത്രമാണ്. ലാസ്റ്റത്തെ ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞതാ രോമൊക്കെ എണീച്ചു പോയി. മമ്മൂക്കയുടെ ലാസ്റ്റ് കേട്ട മമ്മൂക്ക സ്റ്റണ്ടൊക്കെ കണ്ട് കരഞ്ഞു. മമ്മൂക്കയുടെ ആ ഒരു ഇമോഷണൽ സീന് കണ്ട് കരഞ്ഞു എന്ന് തന്നെ പറയാം. മികച്ചൊരു ചിത്രം തന്നെയാണ്. ഒന്നുമില്ല 2025 മമ്മൂക്ക ഇതാ തുടങ്ങി വെച്ചിട്ടുണ്ട്. 100 കോടി ഉറപ്പ് സിനിമ. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും അവസാന ഘട്ടത്തെ ആ ഒരു ട്വിസ്റ്റാണ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റാണ്. മമ്മൂക്ക ഒരു ഉമ്മ, അത്രേ പറയാവുള്ളൂ. മമ്മൂക്ക, ഐ ലവ് യു മമ്മൂക്ക. ഒരു സസ്പെൻസ് ആയിട്ടുള്ളൊരു ഫിലിമാണ്, നമുക്ക് കണ്ടിരിക്കാം. വിക്കാൻ എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. വി ആർ എൻജോയ്ഡ്. രേഖാചിത്രത്തിന് ശേഷം രേഖാചിത്രത്തിനും കാളും ഒരുപടി മുകളിലായിട്ടുള്ള മമ്മൂക്കയായിട്ട് കൊണ്ടുവന്ന 2025 ഫസ്റ്റ് ഹിറ്റ് ട്രാവൻകൂട് ഷാപ്പ് ഞാൻ കണ്ടു. അത് എനിക്കൊട്ടും ഗ്രിപ്പിംഗ് ആയിട്ട് തോന്നിയില്ല. ഈ സിനിമയിൽ ട്രാവൻകൂട് ഷാപ്പിൽ എന്ത് മിസ് ചെയ്തോ ഈ സിനിമയിൽ മിസ്സായിട്ടില്ല. അതായത് ഈ സിനിമയിൽ ഒരു ഡയലോഗുണ്ട്, ഒബ്സർവേഷൻ, കോൺസെൻട്രേഷൻ, ഡിസിപ്ലിൻ. ആ വാക്ക് വെറും വാക്കല്ല എന്ന് കാണിക്കുന്ന തരത്തിൽ ഇതിൻ്റെ മേക്കിംഗ് വരുന്നുണ്ട്. ഗംഭീരമായിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഗൗതം മേനോൻ്റെ ക്രാഫ്റ്റ്, അതായത് പക്ക ഒരു ഗൗതം വാസുദേവൻ ഫിലിം. സിനിമാ സംവിധാനമൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് കണ്ട് പഠിക്കാൻ ഒരുപാടുണ്ട്. ഗംഭീരം. പിന്നെ ഇന്ന് വരെ മലയാള സിനിമാ ചരിത്രത്തിൽ ഇതുപോലൊരു ട്വിസ്റ്റ് വന്നിട്ടില്ല. ഗംഭീര ട്വിസ്റ്റാണ്. അത് തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ്. മറുപടി തന്നെയാണെന്ന് പറഞ്ഞാൽ ഈ സിനിമ തിയേറ്ററിൽ മിസ്സ് ചെയ്യരുത്, അത്രേ പറയാവുള്ളൂ. കാരണം എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. 2025 ചേട്ടൻ പറഞ്ഞതുപോലെ, ഇപ്പോൾ നമ്മുടെ ചേട്ടൻ പറഞ്ഞതുപോലെ മമ്മൂക്ക തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇത് 100 കോടി ഉറപ്പ്. കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ ട്വിസ്റ്റാണ് ഇതിൻ്റെ മെയിൻ. അതുപോലെ തന്നെ നമ്മുടെ ഗോകുൽ സുരേഷ് ചേട്ടനെയൊക്കെ മമ്മൂക്കയോടൊപ്പം കട്ടക്കി നിന്നിട്ടുണ്ട് കേസ് അന്വേഷണം തെളിവുമായിട്ട്. ഒരു കാര്യം ഇത് പറഞ്ഞ് അണിയറ പ്രവർത്തകർ, ഡൊമിനിക്ക് കേസ് തെളിയിക്കുമെന്ന് പറഞ്ഞ് തെളിയിച്ചിരിക്കുക തന്നെയാണ്. ഗൗതം മേനോൻ്റെ മമ്മൂക്കയായിട്ടുള്ള ആദ്യ കൂട്ടുകെട്ടാണ്. മികച്ചൊരു ചിത്രം തന്നെയാണ്. സന്തോഷം. കാരണം ഫീൽ ചെയ്യും, അത്ര ഫീലിംഗ് ആണ്. നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് കൂടി തന്നെ കാണും. ട്രെയിലറെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് വലിയൊരു പ്രതീക്ഷ എനിക്ക് സിനിമയ്ക്കത്തില്ലായിരുന്നു. ട്രെയിലർ എന്നെ ഭയങ്കര രീതിയിൽ ഇംപ്രസ് ചെയ്യിപ്പിച്ചില്ലായിരുന്നു. അപ്പോഴത്തേക്കും ഒരു ഓപ്പൺ മൈൻഡോടെ എന്തായിരിക്കും സൈഡിൽ നേരിട്ട് കാണാം എന്നുള്ള രീതിയിലാണ് വന്നത്. സിനിമ തുടങ്ങുന്നു, പിന്നെ മമ്മൂട്ടിയുടെ ക്യാരക്ടർ എന്നെ ഇമ്മീഡിയറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ആരാണ്, എന്താണ് അദ്ദേഹത്തിൻ്റെ ജോലി, എന്താണ് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എന്താണ് പാസ്റ്റ്, എന്താണ്, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം ഒരു പതിയ താളത്തിലാണ് സിനിമ പറഞ്ഞു പോകുന്നത്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ഹാഫിൽ കുറച്ചൊരു സ്ലോ പേസ്ഡ് ആയിട്ട് തന്നെയാണ് സിനിമ പോകുന്നത്. കുറച്ച് സീൻസൊക്കെ ഒഴിവാക്കാമായിരുന്നു. കാരണം നമുക്ക് ഒരിക്കൽ ഇപ്പോൾ ഇന്നത്തെ ഒരു ജനറേഷനിൽ നമ്മളൊരു സിനിമ വ്യൂവിങ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ഒരു കാര്യം ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രേക്ഷകനത് മനസ്സിലാവും. കാരണം അത് വീണ്ടും അതിൽ തന്നെ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ കുറച്ച് ഇതായിട്ട് തോന്നി. പക്ഷേ അത് ഭയങ്കര മൈനറായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ അതുപോലെ തന്നെ സ്റ്റണ്ട് കൊറിയോഗ്രാഫി എനിക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടില്ല. അതൊക്കെ കുറച്ച് നല്ല രീതിയിൽ എടുക്കാമായിരുന്നു എന്ന് തോന്നി. പക്ഷേ ഇതൊഴിച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടർ അറിയാം, ആസ് യൂഷ്വൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു മാനറിസംസ് കാര്യങ്ങളെല്ലാം പിടിച്ച് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വർക്കൗട്ടും ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെയും ഗോകുൽ സുരേഷിൻ്റെയും രണ്ടുപേരുടെ ഒരു കോംബോയും നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത രീതിയിലാണ് അദ്ദേഹം ഒരു വല്ലാത്തൊരു നേച്ചർ. നമ്മളൊക്കെ സമൂഹത്തിൽ നമ്മളുടെ ഇടയിലൊക്കെ അങ്ങനത്തെ ഒരു ക്യാരക്ടറും ഇതൊക്കെ ചെയ്യുന്നത് കുറച്ചൊരു ചില സമയത്ത് ഒരു തള്ളിസ്റ്റാണോ എന്ന് തോന്നിപ്പോകും. അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ ഗോകുൽ സുരേഷിൻ്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മളൊരു കോംബോ അത് നല്ല രീതിയിൽ തന്നെ സിനിമയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ അതിനുശേഷമാണ് ശരിക്കും ഒരു മെയിൻ പ്ലോട്ടിലേക്ക് കടക്കുന്നതും ഈ ഒരു സസ്പെൻസ് ത്രില്ലർ ആ ഒരു ജോണറിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ചെറിയൊരു സ്ലോ പേസ്ഡ് ആയിട്ട് പോയി. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴാണ് ശരിക്കും ഒരു
ശരിക്കും നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. കാരണം ഇതിങ്ങനെ ആയിരിക്കും അതല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുമോ എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പം പ്രേക്ഷകനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലും കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ ക്ലൈമാക്സിനോട് എടുക്കുമ്പോഴത്തേക്കും പിന്നെ കുറേ പോർഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു 1-2 മൊമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഒരു ഹൈ ആയി പോകുന്ന ഒരു ഗ്രാഫ് കയറുന്ന 1-2 മൊമെൻറ്റ്സ് ഉണ്ട്. അത് നല്ല രീതിയിൽ തന്നെ എനിക്ക് വർക്കൗട്ടായി. അങ്ങനെ പോയി അവസാനം റിവീൽ ചെയ്ത് എന്താണ് ഒരു റിവീൽ ചെയ്യപ്പെടുന്നത് എന്താണ് ഇതിൻ്റെ ശരിക്കുള്ളൊരു മിസ്റ്ററി എന്താണ് എന്ന് പറയുന്നു. അപ്പം അവിടെയാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് ഓവറോൾ നല്ല രീതിയിലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ഇതിലൊരു തുടക്കത്തിലൊരു പാട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ആ ഒരു പാട്ടിന് വേണ്ടി മാത്രം ഉൾപ്പെടുത്തിയതായിട്ട് എനിക്ക് തോന്നി ആ ഒരു ഇത് കഴിഞ്ഞു. അങ്ങനെ കുറച്ച് ഫസ്റ്റ് ഹാഫിലെ കുറച്ച് കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ എനിക്ക് ഓവറോൾ സിനിമ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയ സിനിമയാണ്. പക്ഷേ ഇതൊരു അൺയൂഷ്വൽ ആണോ അങ്ങനെയാണോ അങ്ങനത്തെ ഒരു ഇതിലേക്കും വരുന്നില്ല. നമുക്ക് കണ്ടിരിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണിത്.